ബന്ധങ്ങളെ നമ്മളുണ്ടാക്കിയതല്ല, അത് അള്ളാഹു ഉണ്ടാക്കി തന്നതാണ്. ആ ബന്ധങ്ങളെ പരലോകത്ത് പ്രതിഫലം കിട്ടണം എന്നുള്ള നിലയിൽ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യതയും നമുക്ക് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹലിലെ 72-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ വറസഖകും മിനത് ത്വയ്യിബാത് അഫബിൽ ബാതിലി യുഅ്മിനൂന വബിനിഅമതില്ലാഹി ഹും യഗ്ഫുറൂൻ. അള്ളാഹുവാണ് ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഇണകളെ തന്നിട്ടുള്ളത്. അതായത് മനുഷ്യർക്ക് ഇണ മനുഷ്യൻ തന്നെയാണ്. ഇന്നത്തെ ആധുനിക യുഗ സംസ്കാരവും ഏതുമാവാം ഇണ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുന്ന ഒരു യുവതലമുറയുടെ മുന്നിലാണ് ഈ വാർദ്ധക്യം പ്രാപിച്ച് പിരിഞ്ഞു പോകാനായ നമ്മളൊക്കെ നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കിണയെ തന്നിട്ടുള്ളത്. മൃഗങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്നാണ്, ഉറുമ്പുകൾക്ക് ഉറുമ്പുകളിൽ നിന്നാണ്, പാമ്പുകൾക്ക് പാമ്പുകളിൽ നിന്നാണ്, വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങളിൽ നിന്നാണ്. ഒന്നിനും ഒന്നു വേണ്ട, എല്ലാത്തിനും വേറെ തന്നെ തരാൻ കഴിവുള്ള റബ്ബാണ് നിങ്ങൾക്കിണയെ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് അള്ളാഹ് സംവദിക്കുകയാണ്, വജഅലകും മിൻ അസ്വാജികും ബനീന, നിങ്ങളുടെ ആ ഇണക്കമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തന്നു. വഹഫദാത് മാത്രവുമല്ല, പേരമക്കളെയും നിങ്ങൾക്ക് തന്നു. അതൊക്കെ തൂക്കിപ്പിടിച്ചിട്ടാണ് നമ്മളിന്ന് കുറേ ഉമ്മമാരോട് വന്നിട്ടുള്ളത് അല്ലേ? ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായതാണ് മക്കളും അതുപോലെ തന്നെ പേരമക്കളും. ഇതെല്ലാം ഉണ്ടാക്കി തന്ന റബ്ബ് അത് തരിക മാത്രമല്ല, വറസഖകും മിനത് ത്വയ്യിബാത്, ഏറ്റവും നല്ലത് ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് നിങ്ങൾക്ക് ഭക്ഷിക്കുവാനും തന്നു. ആ തന്ന റബ്ബിനോട് അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ഈ ദുനിയാവിൽ നടക്കുന്ന പൊള്ളത്തരങ്ങളിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തള്ളി നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് 2-3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബം എന്നുള്ള സംവിധാനം. ഈ കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ പറയാനുണ്ട് എന്നറിയോ നിങ്ങൾക്ക്? കുറച്ച് മാത്രം പറയാം. പ്രവാചകൻ്റെ സദസ്സിലേക്ക് ഒരഅറാബി കയറി വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലിനി അൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗപ്രവേശനം കിട്ടുന്ന ഒരമൽ താങ്കൾ എനിക്കൊന്ന് പഠിപ്പിച്ച് തന്നാലും എന്ന്. ഞാൻ ഓർക്കൽ എന്താണെന്നറിയോ, നമ്മൾ എത്ര വിദ്യാസമ്പന്നരാണ്, എത്ര ഖുർആൻ ക്ലാസ്സും എത്ര കാര്യങ്ങൾ പള്ളിയും നമസ്കാരവുമായിട്ടൊക്കെ പോകുന്നവരാണ് നമ്മൾ. നമുക്കാർക്കും സ്വർഗം കിട്ടാനൊരു അമല് എന്ന് നമ്മൾ ചിന്തിച്ചതുവരെ ചെയ്തിട്ടില്ല. എല്ലാവർക്കും നിസ്കാരം, എല്ലാവർക്കും നോമ്പ്, എല്ലാവർക്കും ഖുർആൻ ക്ലാസ്. എനിക്ക് സ്വർഗം കിട്ടണം എന്ന് വെച്ച് ഈ അഅറാബി പ്രവാചകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത വാക്ക് എന്താണെന്നറിയോ നിങ്ങൾ? 1-2 പറയുന്ന വാക്കിതാണ്, യുദ്ഖിലിനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും ചെയ്യണം, അതുപോലെ തന്നെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശനവും കിട്ടണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് മാത്രം മനസ്സിലാക്കി പോയാൽ മതി. വേറൊന്നും നിങ്ങൾ കേട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഇതെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അഅറാബി ചോദിക്കുന്നത്, എനിക്ക് സ്വർഗപ്രവേശനം കിട്ടണം, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് എൻ്റെ ശരീരം കാത്തുകൊള്ളുകയും അതിന് എന്നെ അകറ്റുകയും ചെയ്യണം പ്രവാചകരെ എന്നാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്ത 4 കാര്യം. 1, തഅബുദല്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കുക, അതേ തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം നീ വിളിക്കുന്നതും അള്ളയാകണം, നീ ഇബാദത്ത് ചെയ്യുന്നതും അള്ളയാകണം, നിൻ്റെ സങ്കടവും അള്ളാഹിനോടാകണം, നിൻ്റെ തേട്ടവും അള്ളാഹിനോടാകണം,
ആരോടാകണം? നിൻ്റെ കണ്ണീരും അള്ളാഹുവിനോടാകണം. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നീ റബ്ബിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ വേറെ ആരെയും അതിൽ പങ്കു ചേർക്കരുത്. ഈ പങ്കു ചേർക്കുമ്പോൾ ഇന്നത്തെ മീഡിയകൾ, നമ്മുടെ സ്ത്രീകൾ ഭൂരിപക്ഷവും ഇന്ന് യൂട്യൂബിലാണ് വഴല് കേൾക്കുന്നതും. ക്ലാസ്സിന് പോകേണ്ട ആവശ്യമില്ല. പലരും നമ്മോട് പറയുന്നതാണ്, ക്ലാസ്സിന് എന്താ പോണ്, യൂട്യൂബിൽ ആ ക്ലാസ് കിട്ടുമെന്നാണ്. സത്യം, കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടുന്നതിൽ യഥാർത്ഥ ഹക്ക് കിട്ടാതെ വലിയ വലിയ വലിയമാരെയും CM പോലെയുള്ള പല മഹാന്മാരെയും ക്ലാസ്സുകളാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ കേൾക്കുന്നത്. ഉമ്മമാർ കുറച്ചൊക്കെ പഴയ കാലമായതുകൊണ്ട് അവർക്ക് അതറിയില്ല, യൂട്യൂബ് അറിയില്ല. നമ്മുടെ യുവാക്കളെ നമ്മൾ പറയണ്ടല്ലോ, ആ യുവതികളും കുട്ടികളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയകളിൽ വരുന്ന മുഴുവൻ ഈ CM പോലെ, CM വലിയുള്ള പോലെ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ മൗലവിമാരും പ്രത്യേകം ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന പ്രസംഗം നമ്മളൊന്ന് കേട്ടുകൊണ്ടു, എത്രമാത്രം പച്ച കള്ളമാണ് അള്ളാൻ്റെ പേരിൽ അവർ വെച്ച് കെട്ടുന്നത് എന്നോ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൽക്ക് പുറത്തു കൊടുക്കുക? അതുകൊണ്ടാണ് അള്ളാഹ് ഷിർക്ക് ചെയ്താൽ നരകത്തിലാണ് എന്ന് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഷിർക്കുകൾ വരുന്നതിനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതാണ് ഒന്നാമത്തത്. വലാ തുശ്രിക് ബിഹി ഷൈഅ, അള്ളാഹിനോട് തേടിയാലേ നിങ്ങൾക്ക് കിട്ടൂ. അള്ളയാണ് നമ്മുടെ കുട്ടിക്ക് കല്യാണം വരുന്നതും നമ്മുടെ കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങിത്തരും, നമ്മുടെ രോഗം ശിഫയാക്കുന്നതും. ഇതിനൊക്കെ കഴിവുള്ളവൻ അള്ളയാണ്. അല്ലാതെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകാത്ത കുട്ടിനോട് CM വലിയുള്ളാനോട് പറഞ്ഞപ്പോൾ തന്നെ കുട്ടി A+ നേടി എന്ന് ഒരു നല്ല താടി കെട്ടിയ മൗലവി പ്രസംഗിക്കുക. ഈ പ്രസംഗത്തിൽ നിങ്ങളാരും കേൾക്കാൻ, ആ വിഡ്ഢിത്തരം നിങ്ങൾ കേട്ടുപോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് വതുഖീമുസ് സ്വലാത്ത്, ആദ്യം നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് തേടുക. രണ്ടാമത് നിങ്ങൾ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യുക. മൂന്നാമത് തൂത്തി സക്കാത്ത്, നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച്, ജോലിക്കനുസരിച്ച്, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഉള്ള സമ്പത്ത് നിങ്ങൾ ദാനം കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ഫറളായതാണ്, ദാനമല്ലത്. അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹു നമുക്ക് തന്ന മുതലിനുള്ള കടം വീട്ടുകയാണ് നമ്മൾ. തന്ന മുതൽ ശുദ്ധീകരിച്ച് കടം, അള്ളാഹിനോട് പറഞ്ഞ കടം കൊടുക്കുകയാണ്. 100 രൂപ കിട്ടിയാൽ 2.5 രൂപ കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ. ഇത് റമദാൻ മാസമാണ്, കൊല്ലം കണക്കാക്കി കൊടുക്കേണ്ടുന്ന മാസം. നമ്മളൊക്കെ കൂട്ടൽ റംസാനിലാണ് എല്ലാവരും സക്കാത്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ റംസാനിൽ കൂടുതൽ ഈ സക്കാത്ത് സെല്ലൊക്കെ പിരിക്കുക അപ്പോഴാണ്, അത് നല്ലതുമാണ്. അപ്പോൾ ഒരു 100 രൂപക്ക് 2.5 വെച്ചിട്ട് ആ രൂപത്തിൽ നമ്മളെ സ്വർണത്തിന് 2.5 ഗ്രാമും വെച്ച് 10ക്ക് 2.5 ഗ്രാമും വെച്ചിട്ട് മതി നമ്മൾ ഇനി ഇവിടുന്നാട് നമസ്കരിക്കുക. അതല്ലാതെ അള്ളാഹ്ക്ക് നമ്മളെ സക്കാത്തില്ലാത്ത നമസ്കാരം ആവശ്യമില്ല എന്നാണ്. മൂന്നാമത് തൂത്തി സക്കാത്ത്. നാലാമത് തെസിലുർ റഹിമ, അതാണ് നമ്മളെ വിഷയം. നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർത്ത് വെക്കണമെന്നതാണ്. അതിനെ കൂട്ടിപ്പിടിക്കണം. ആ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാനുള്ള കാരണം എന്താണ്? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അർ റഹിമു മുഅല്ലഖത്തും ബിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശുമായിട്ട് കെട്ടിയിട്ട ഒരു കയറാണ് കുടുംബ ബന്ധം എന്നുള്ളത്. അതിൽ മറ്റേ സാർ പ്രസംഗിച്ചതുപോലെ ഒരു പുതുവെണ്ണിനൊരു സമ്മാനം കൊടുത്താൽ മാത്രം പോരട്ടോ, കെട്ടിയോന് മാത്രമല്ല സമ്മാനം, കെട്ടിയോനെ പെറ്റ ഉമ്മാക്കും കൊടുക്കിയൊരു സമ്മാനം. അപ്പോഴേ അത് സമ്മാനമാവുള്ളൂ, അല്ലെങ്കിൽ അത് സമ്മാനമാവില്ല. അല്ലെങ്കിൽ ഒരിടത്ത് ചിരി ഉണ്ടാവും, മറ്റോടത്ത് ഇടങ്ങേറുണ്ടാവും. നിങ്ങളിപ്പോൾ റംസാനല്ലേ വരുന്നത്, സമ്മാനം വാങ്ങി എല്ലാവർക്കുമാണ് വാങ്ങി. ഇപ്പോൾ കെട്ടിയ പെണ്ണിനും വാങ്ങിക്കും, പെറ്റ ഉമ്മാക്കുമാണ് വാങ്ങിക്കും. അപ്പോഴത് യഥാർത്ഥ സമ്മാനമാകും. നമ്മുടെ കുടുംബത്തിൽ മുജാഹിദ് കുടുംബമാണ്, എല്ലാ കുടുംബമാണ്. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് പറഞ്ഞു പോയാൽ സമയം പോകുമെന്ന് പേടിയാണ് എനിക്ക്. ഒരു 3 പെൺകുട്ടികൾ, 2 പെൺകുട്ടി എന്നോട് നേരിട്ട് സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ സങ്കടം 3 പെൺകുട്ടികൾ പങ്കുവെക്കുകയാണ്. 4 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ 4 പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ യുവസമൂഹത്തോടും യുവതീ സമൂഹത്തോടും പറയേണ്ട കാര്യമാണത്. അവർ പറഞ്ഞത് എന്താണെന്നറിയോ? വലിയ ചെറുവര പ്രായം 25, 27, ഇത്ര മാത്രം പ്രായമാണ് ഈ പെൺകുട്ടികൾക്കുള്ളത്. 1 കുട്ടി, 1.5 കുട്ടി, 2 കുട്ടി, ഇത്ര കുട്ടികളേ ഉള്ളൂ. ഈ കുട്ടികളുടെ പെൺകുട്ടികൾ പറയുകയാണ്, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊടുന്നത് ഈ മൊബൈലിൻ്റെ കാലത്തേക്കാണ്. ഈ മൊബൈൽ കാരണം ഞങ്ങൾക്ക് പുതിയാപ്പിളല്ലപ്പോൾ, മൂപ്പർക്ക് പുതിയണ്ണ് മൊബൈലാണ്. നേരെ കിട്ട് വൈകുന്നേരമായ ഇതിങ്ങോട്ട് നീലവെളിച്ചിട്ട് ഇതിങ്ങോട്ട് മോന്തമ്മ തൂക്കിയ പിന്നെ മൂപ്പർക്ക് എൻ്റെ മോന്തമ്മ പുറമെ ഒരു തീ വന്ന് വീണ് പൊള്ളിയ മുഖമാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ മുഖത്തല്ലെൻ്റെ എവിടെയാണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഭർത്താവ് അറിയുന്നേ ഇല്ല.
ഇത് ഉണ്ടോ ഇല്ല നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇത് 3-4 പെൺകുട്ടികൾ സംഭവിച്ചാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ട് അറിയണം, ഇല്ലേ ഞാൻ അത് പറഞ്ഞ കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇതിങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഒരു യുഗമാണത്. വെറും മൊബൈലുകളാണ്. സർവ്വ ആണുങ്ങളുടെയും ചെറുക്കന്മാരെയും വാപ്പാരെയും ഒക്കെ ഭാര്യമാരാരാവും മൊബൈല്. ഇതിനെ കെട്ടി ഇത് എവിടെ പോകാൻ ഇത് കയ്യിലുണ്ട്. ഇത് കയ്യിൽ നിന്ന് വെച്ചിട്ടുള്ള കാര്യമല്ല. ഇത് കയ്യിൽ നിന്ന് വെച്ചിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ യുവാക്കളിൽ അവനവൻ്റെ ഫോണ് വീട്ടിൻ്റെ ഉമ്മറത്തോ സിറ്റ് ഔട്ടിൽ ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു സ്ഥലത്ത് സ്വന്തം ഭാര്യൻ്റെ ഫോണും സ്വന്തം ഭർത്താവിൻ്റെ ഫോണും അവിടെ വെച്ച് പോകാൻ ധൈര്യമുള്ള എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചിന്തിക്കുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഫോൺ ചെയ്യുന്നത്, സ്വന്തം ഭർത്താവ് ഫോൺ ചെയ്യുന്നത് ഭാര്യ ആരാ ചോദിച്ചതിനാണ് ചില വീടുകളിൽ പ്രശ്നം. നിങ്ങൾ അതറിയേണ്ട ആവശ്യം എനിക്കെന്താ? അത് ഞാൻ ആരോട് സംശയം, നിനക്കത് അറിയേണ്ട ആവശ്യം എന്താണ്? ഇത് തുടക്കം കുറിച്ചുള്ള മൂപ്പരാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയും പിന്നെ തുടങ്ങി. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ കണക്ഷൻ തുടങ്ങി എന്നതിൻ്റെ പേരിൽ ഇതുവരെ പറയാൻ പറഞ്ഞ ബന്ധങ്ങൾ, മീഡിയയുടെ ബന്ധങ്ങൾ നല്ലോണം പറയുന്ന ഇത് തന്നെ എന്ന ലോകത്തെ ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, കല്യാണം കഴിച്ച ഭാര്യനെ കൊണ്ടുവന്നിട്ടുള്ളത് വെറും 3-4 കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമല്ല, മരണം വരെ, ആ മരണക്കടക്ക എത്തുന്നത് വരെ സ്വന്തം ഭാര്യക്കും ഭർത്താവിനും ഒരിടം അല്ലാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇടമായിരിക്കണം, ആ ഇടത്തിലാണ് ജീവിതം സന്തോഷമുള്ളത്. അതല്ലാതെ ഓളെവിടെ, ഓളുമ്മാൻ്റെ ഉടിയിൽ, ഓളെ ഉടിയില്ല, ഇപ്പാൻ്റെ ഉടിയിലുമാണ്, ഉമ്മാൻ്റെ ഉടിയിലാണ്, ഞങ്ങളിവിടെ ഉണ്ട്, കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും പരമസുഖമാണ്. പക്ഷേ ഉമ്മ വീട്ടിലില്ല, വാപ്പ വീട്ടിലില്ല. ഇങ്ങനത്തെ എത്ര വീടുകളുണ്ട്? ഞാൻ പറഞ്ഞ പെൺകുട്ടികളുണ്ടല്ലോ, അത് പോയി നമ്മൾ ആ 4 പെൺകുട്ടികളുടെ ഈ സങ്കടം എന്താണെന്നറിയോ? ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരാൾ പറയാണ്, എൻ്റെ ഭർത്താവ് അദ്ദേഹം ഒരു സാധാരണ ജോലിക്കാരനാണ്. അയാൾ രാവിലെ എണീറ്റ് ആ ജോലിക്കുള്ള വസ്തുക്കൾ എടുത്താണ് പോവും. നിങ്ങൾക്ക് എവിടെ പണി? ഒട്ടിയ മാരിയാത്ര ചുണ്ട് മുണ്ടൂല, കയറി വരും തരേ അയാൾ കയറി വരും, ഒരു സലാം പറയാൻ അല്ലെങ്കിൽ മുണ്ടി ഒന്നും ചെയ്യില്ല. അയാൾ ആ ചുണ്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് പോകാറ്. അയാൾ ഉടനെടുത്ത് അയാളെ അതർ വൈഫായിട്ടുള്ള മൊബൈലിന് ആയിൽ പിന്നെ തോണ്ടലും പിടിക്കലും മാത്രം. കഞ്ഞി വേണങ്ങൾക്ക്, ചോറ് വേണങ്ങൾക്ക്, ഇതിനൊക്കെ ഇയാൾ ഊമേണെന്നാണ്. ഇത് 4 പെൺകുട്ടിയുടെ കരച്ചിലാണ്. ഞാൻ വെറുതെ തമാശ പറയണല്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ആ 4 ആൾ ഞങ്ങൾ കാണിച്ചു തരും. പക്ഷേ ആ 4 കുടുംബത്തിൽ തല്ലുണ്ടാകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് കാണിച്ചു തരാൻ ഞങ്ങൾ കൊണ്ടുപോകില്ല. ആ 4 പെൺകുട്ടികളും നമ്മളടുത്ത് ജീവിക്കും, നമ്മോട് എന്നും സംവദിക്കുകയും ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പെൺകുട്ടികളാണിത്. കോഴിക്കോട്ട് നിന്നൊരു പെൺകുട്ടി വിളിച്ചു ചോദിച്ചു, നിങ്ങൾ മതപണ്ഡിതന്മാരും മതപ്രാസംഗികളും ദീനിയേറ്റ പ്രവർത്തകരും സംഘാടകരും ഒക്കെയായിട്ട് സ്വന്തം ഭർത്താവിന് ഈ മൊബൈലൊന്ന് വെച്ച് സ്വന്തം ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പനിച്ച് വിറക്കുന്ന ഞാനാണ്, അത് കണ്ട് ഇറങ്ങിപ്പോയ മൂപ്പര് കയറി വന്നപ്പോൾ നീ എൻ്റെ പനി മാറിയോ എന്ന് അയാൾ ചോദിച്ചില്ല. അയാളെ പോക്കറ്റിൽ 2-3 മൊബൈലാണ് അയാൾക്ക്. ഓരോന്നെടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുകയാണ്. ഒരു സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇയാൾ ഈ ഭാര്യൻ്റെ മുഖത്ത് നോക്കുന്നില്ല, ഈ ഭക്ഷണം കഴിക്കുന്ന ഇയാൾ മൊബൈൽ നോക്കണു. ഇതിങ്ങനെ ഒരു യന്ത്രം ഇങ്ങോട്ട് നടത്തണു, ഈ യന്ത്രം ഇയാളെ മനസ്സിൽ കണ്ണിലും നടത്തുന്നു. ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ. ഇതിന് അഭിപ്രായ വ്യത്യാസം ഞാൻ ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോകും, നിങ്ങൾക്ക് ആർക്കും പ്രയാസയിലുണ്ട് എങ്കിൽ കേട്ടോ. സത്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ കളിക്കേണ്ടവരല്ല. കുടുംബ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഭാര്യാഭർത്ത ബന്ധത്തിൽ നിന്നാണ് ഈ കുട്ടികളും മക്കളും. അതല്ല ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും ഒക്കെ തന്നത് അള്ളാഹു നിങ്ങൾക്ക് സിഹറും തന്നിരിക്കുന്നു, നെസബും തന്നിരിക്കുന്നു. വിവാഹബന്ധത്തിലുള്ള കുടുംബ ബന്ധമുണ്ട് നിങ്ങൾക്ക്, മാതാപിതാക്കളുടെ രക്തബന്ധത്തിലുള്ള കുടുംബ ബന്ധവും അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? ഈ കുടുംബ ബന്ധവും ഈ രക്തബന്ധവും ഉണ്ടാക്കിയതാരാ? ഒരിക്കലെങ്കിലും ഒരു പുരുഷൻ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? അതുണ്ടാക്കി തന്നത് ഒരു പെണ്ണാണ് എന്നാണ്. ഒരു ഉമ്മയിൽ നിന്നാണ്. ഒരു ഉമ്മയും ഒരാണും ഒരു പെണ്ണും ജീവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടായതാണ് ഉമ്മയും ബാപ്പിയും. ആ ഉമ്മയിൽ നിന്നുണ്ടായതാണ് കുട്ടികൾ. ആ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടപ്പോഴാണ് ബന്ധുക്കാരുണ്ടായത്. ആ ആൺകുട്ടികളൊക്കെ പെണ്ണ് കെട്ടിക്കൊടുത്തപ്പോഴാണ് ഇവിടെയും അവനും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ടായത്. ഇത് നമ്മൾ നാട്ടുകാർ പറഞ്ഞതല്ല, ഇത് അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കുടുംബ ബന്ധം ഉണ്ടാക്കിയത് എന്നാണ്. അതിന് നിങ്ങൾ ഭംഗിയായി സൂക്ഷിക്കണം. സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അർശുമായിട്ട് കെട്ടിയിട്ടൊരു കയറാണ് എന്നാണ്. എന്നാൽ നിങ്ങൾ ഓർക്കണേ, വമൻ മൻ വസലനി
ആ കുടുംബ ബന്ധം എന്നുള്ള പാർശ്വത്തെ നിങ്ങൾ ആര് ചേർത്ത് പിടിക്കുന്നുവോ വസലഹുല്ല, അള്ളാഹു അവനെ ചേർത്ത് പിടിക്കുമെന്നാണ് നാളെ മഹ്ശറയിൽ. വമൻ ഖതഅനി, ആ കുടുംബ ബന്ധം ഈ ദുനിയാവിൽ മുറിച്ച് ഈ മൊബൈലുമായി ജീവിക്കുന്ന ഏതൊരാണും ഏതൊരു പെണ്ണും മനസ്സിലാക്കട്ടെ, നാളെ പരലോകത്തെ അവൻ അള്ളാഹു അർശിൻ്റെ തലയിൽ നിന്നും അർശുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്നതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് വെറുതെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാരണത്താൽ നോക്കി, നിങ്ങൾ ഒരു മാതാവ് വെള്ളം ചോദിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം മോളെ, ഒരു ഗ്ലാസ് വെള്ളം മോളെ, ചെറിയ മകൻ പെണ്ണ് കെട്ടി കൊണ്ടുവരുമ്പോഴേക്കും ഈ പ്രായമുള്ള നല്ല പ്രായത്തിലാ വലിയ മകൻ കെട്ടിയ, രണ്ടാമത്തെ മകൻ കെട്ടിയ, 3 കെട്ടിയ, 4 കെട്ടിയ, 5ാമത്തെ മകൻ ചെറിയ മകനാണ്. ആ മകൻ പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നപ്പോഴേക്കും ഈ ഉമ്മമാർ വയസ്സായി അല്ലേ? ആ വയസ്സായ ഉമ്മമാർക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ആ വെള്ളം കേൾക്കാൻ സമയമല്ല, അതിൻ്റെ ചെവിയിൽ മൊബൈലാണ്. ഇപ്പം മൊബൈൽ മാത്രമല്ല, അതിൻ്റെ എല്ലാ ഇയർഫോണും വിറ്റ് ചെയ്തിട്ട് നമ്മൾ പെൺകുട്ടികൾ തന്നെ അടുക്കളയിൽ കൂടി നടക്കണത്. ഇല്ലയെന്ന് അഭിപ്രായം ഇങ്ങോട്ട് പറയും. ഏതെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ തിരുത്തിക്കോളാം ഞാൻ. ഇത് നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊന്നും കുടുംബത്തെ ചേർത്ത് പിടിക്കാനോ കുടുംബം കൂട്ടിപ്പിടിച്ചതിൻ്റെ പേരിൽ നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാനോ സാധിക്കൂലെന്നാണ്. കാരണം ഈ വയസ്സായ അമ്മമാരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അതാണല്ലോ കുടുംബം. നിങ്ങൾ നോക്കി, സ്വർഗവാസികൾ പരസ്പരം കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിൽ എങ്ങനെയാണ് സ്വർഗം, എന്തൊക്കെയാണ് വർത്തമാനം, എവിടെ നിന്നൊക്കെ കിട്ടും എന്നൊക്കെ, എന്തൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്ന സംസാരത്തിൽ ഖാലൂ, അവർ പറയുകയാണ്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. തീർച്ചയായും ഇന്നാ കുന്നാ, ഞങ്ങളായിരുന്നു, ഫീ ഖബ്ലു, ഇതിനു മുമ്പ്, അതായത് ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഫി അഹ്ലിനാ മുഷ്ഫിഖീൻ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ നല്ല ജാഗ്രതയുള്ളവരായിരുന്നു എന്നാണ്. എന്താണ് ആ ജാഗ്രത? നാളെ മഹ്ശറിൽ ഈ വീട്ടിലുള്ള എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവിനോട് കടപ്പാട്, എൻ്റെ മക്കളോടുള്ള കടപ്പാട്, എൻ്റെ കുട്ടികളോടുള്ള കടപ്പാട്, എൻ്റെ മരുമക്കളോടുള്ള കടപ്പാട്, അത് നിറവേറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബേജാർ എൻ്റെ ഉള്ളിലായിരുന്നു. ആ ജാഗ്രത എനിക്കുണ്ടായിരുന്നത്. ഞങ്ങൾ നാട്ടിലാവുമ്പോൾ ഞാനും എൻ്റെ പുതിയാപ്പളി ഇങ്ങനെ പോകല്ല, എൻ്റെ വീട്ടിലെ കുട്ടികളെ ഞാൻ നോക്കിയിരുന്നു, എൻ്റെ മരുമക്കളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ മക്കളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ കുട്ടികളുടെ പഠനകാര്യം, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, എൻ്റെ കുട്ടികളുടെ ദീനിൻ്റെ കാര്യം, നമസ്കാരത്തിൻ്റെ കാര്യം, മുഴുവൻ ഡ്യൂട്ടിയും ഉമ്മയായ നമുക്കാണ്. ബാപ്പമാരൊന്നുകിൽ വിദേശത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, വീട്ടിലുള്ള നമുക്ക് ജോലിയുണ്ടെങ്കിലും ആ ജോലി നമുക്ക് പ്രയാസമല്ല. കുട്ടികളെ നോക്കി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഏറ്റവും ഉന്നതർ നമ്മൾ തന്നെയാണ്, മക്കളെ നന്നാക്കുന്നതിൽ. ബാപ്പാക്ക് കുട്ടികളെ നിന്ന് പേടിപ്പിക്കാനും ഒന്ന് സ്ട്രോങ് ആകാനും കഴിയുള്ളൂ. പക്ഷെ ഉമ്മാക്ക് അങ്ങനെയല്ല. ഉമ്മാക്ക് തൊട്ട് തലോടിയോൻ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ ടീച്ചർമാരാ കൂടുതൽ. നോക്കണം നിങ്ങൾ, PSCയിൽ ആണുങ്ങൾ കുറവാണ്, മാത്രമല്ല കിട്ടലും കുറവാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ കിട്ടുക. സ്ത്രീകളാണെന്ന് ഭൂരിപക്ഷം സ്കൂളിലും. കുട്ടികളെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ത്രീകൾ തന്നെയാണ്, ഉമ്മമാരായ നമ്മൾ. അത് ഞാനൊരു കാര്യം തമാശ പറഞ്ഞാട്ടോ, PSC ആർക്കും കിട്ടണ്ടേ, അത് ഞാൻ വെറുതെ പറഞ്ഞാണ്, കൂടുതലൊക്കെ ടീച്ചർമാരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് യതസാഅലൂന, അവർ പറയുകയാണ്, അവർ പരസ്പരം ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളെ കുടുംബത്തിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു, ഇത് മാത്രം മതി നമുക്ക് സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം, ഫമന്നല്ലാഹു അലൈനാ, അതുകൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് നിഅമത്ത് അങ്ങ് ചോരിത്തന്നു, ഞങ്ങളെ മേലങ്ങ് ചൊരിഞ്ഞു. വവഖാന, ഞങ്ങളെ റബ്ബ് കാത്തു. എന്തെന്നറിയോ? അദാബസ്സമൂം, മനുഷ്യ ശരീരത്തിലെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന നരകത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് അല്ല ഞങ്ങളെ കാത്തത്. ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുട്ടികളെയും എൻ്റെ മക്കളെയും എൻ്റെ മരുമക്കളെയും നല്ല രീതിയിൽ സംരക്ഷിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് സ്വർഗം കിട്ടിയത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതുമാത്രമല്ല, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇന്നാ കുന്നാ, ഞങ്ങളായിരുന്നു, മിൻ ഖബ്ലു, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളായിരുന്നു, നദ്ഉഹു, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, ആ റബ്ബുണ്ടല്ലോ എല്ലാ കാര്യത്തിലും കാരുണ്യവാനും ഏറ്റവും കൂടുതൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദാനവും ധർമ്മങ്ങളും എല്ലാവിധ അനുഗ്രഹവും ചൊരിയുന്നവനാണ് ആ റബ്ബ്. ആ റബ്ബിനെ മാത്രം വിളിച്ചു തേടിയിരുന്നവരാണ് ഞങ്ങൾ. ഈ രണ്ട് കാര്യം ഉണ്ടായാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പണി ചെയ്യാൻ കഴിവുള്ളവർ നമ്മളാണ്. നമ്മളത് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും പ്രിയപ്പെട്ടവരെ, തീർച്ചയാണ് ആ കാര്യം. ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും അലല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഓരോ ദിവസവും മനുഷ്യൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടുമെന്നാണ്. യൗമുൽ ഇസ്നൈനി വ യൗമുൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവുമാണത്രേ ഞാനും നിങ്ങളും ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കുന്നത്. ആ എഴുതി വെച്ച രേഖ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടുന്ന ദിവസമാണത്രേ അന്ന്. ഫയഗ്ഫിറുലി കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും അള്ളാഹു പുറത്തു കൊടുക്കും. ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അള്ളാഹുവിലൊന്നും പങ്കു ചേർക്കാത്തവർക്ക് അള്ളാഹു അവൻ്റെ അമലുകൾ മുഴുവനായിട്ട് സ്വീകരിച്ച് അവൻ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ അത് പൊറുക്കും, ഒരാളൊഴികെ. ഇല്ലാ റജുലുൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഅനാഉ. അതൊരു വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. ഒരാൾക്ക് മാത്രം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, ഖമീസ് വെള്ളി വ്യാഴാഴ്ചയാണല്ലോ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ അള്ളാഹുവിനത് കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ശിർക്ക് ചെയ്യാത്ത എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പൊറുക്കും. ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ. അതെന്താ കാരണം? കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഅനാഅ, ഓരോ അന്ന് അതെന്താ കാരണം? ഇന്ന റജുലു, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, കാനത്ത് ബൈനഹു, അദ്ദേഹത്തിൻ്റെ ഇടയിലും, വബൈന അഖീഹി, അദ്ദേഹത്തിൻ്റെ സഹോദരത്തിനിടയിലും, ഷഹിനാ, അവർ തമ്മിൽ പരസ്പരം തെറ്റിലാണ്, അവർ രണ്ടുപേരും പിണക്കത്തിലാണ്, അവർ തമ്മിൽ യാതൊരു കുടുംബ ബന്ധവുമില്ല, അവർ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞവരാണ്. ഫയഖൂലുല്ലാഹു, അപ്പോൾ അല്ലാഹു പറയുമത്രേ, ദഉ ഹാദൈനി, ഈ രണ്ടാൾക്കാരെ നീ ഉപേക്ഷിക്ക്. മലക്കിനോട് പറയുന്ന വാക്കാണ്. ഹത്താ യസ്തലിഹ, അവർ രണ്ടുപേരും നന്നായി വരുന്നത് വരെ അവരെ വിചാരണ, അവരുടെ ഈ അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന്. ഇതൊരു വല്ലാത്ത പ്രശ്നം. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മളാണ്. ജ്യേഷ്ഠന് കൊടുത്ത, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ആ സ്വത്തിൻ്റെ വീതത്തിൽ കുറവ് വരുമ്പോൾ, അതല്ലെങ്കിൽ കൊടുത്ത സ്ഥലത്തിൽ പാറയുള്ളതോ അല്ലെങ്കിൽ ഉപകാരപ്പെടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ നല്ല വില കൂടിയ റോഡിൻ്റെ വക്കലുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളൊക്കെ വീതിച്ചതിൽ പരാതിപ്പെട്ടുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സത്യത്തിൽ വീതിക്കാതെ വരുമ്പോൾ പെങ്ങന്മാർ തെറ്റിപ്പോകും, ജ്യേഷ്ഠാനുജന്മാർ തെറ്റിപ്പോകും. ആരാണോ കൈകാര്യക്കാരനെങ്കിൽ അവനായിരിക്കും നല്ലത് കിട്ടുക. മാത്രമല്ല, ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു എന്ന് ഇന്നോനിന്നത് എന്ന് ചെയ്തു വെച്ചത് എങ്കിൽ അവർക്ക് തർക്കമില്ലാതെ പോകാം. പക്ഷെ ചെയ്യാത്തവർ കബറിൽ കിടക്കാനുള്ള പ്രയാസം ഓർക്കണം. നമ്മൾ സ്വത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിക്കൊണ്ട് അവർ രണ്ട് സഹോദരങ്ങൾ, ഭാര്യമാർ തമ്മിൽ കണ്ടാൽ മുണ്ടൂല, കുട്ടികൾ കണ്ടാൽ മുണ്ടൂല. കാരണം എന്താ? വാപ്പാർ തമ്മിൽ കണ്ടാൽ മുണ്ടൂല. എത്ര പരിപാടി വീട്ടിലുണ്ടാക്കിയാലും വലിയ ഏട്ടനും കുട്ടികളും വരൂല, അതല്ലെങ്കിൽ ചെറിയ അഞ്ചനും മക്കളും വരില്ല. കാരണം എന്താണ്? അവർ തമ്മിൽ തെറ്റാണ്. അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ മറ്റുള്ള കർമ്മങ്ങൾ, അവർ ഓരോ ദിവസവും ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പൊറുത്ത് അവനെല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം രേഖപ്പെടുത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ തെറ്റ് തീരണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ അങ്ങനെ പിണക്കമുള്ള രണ്ടുപേർ വന്നപ്പോൾ ഖുത്ബ നടത്തുന്നതിൽ പ്രവാചകൻ അവരോട് പുറത്തുപോയി നന്നായി വരാൻ പറഞ്ഞു എന്നും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ഗൗരവപ്പെട്ട കാര്യമാണത്. നമ്മൾ സ്ത്രീകൾ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ പറഞ്ഞാൽ നമുക്ക് പറ്റുകയില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് ഒരു മരുമകളോട് നല്ലൊരു ഇഷ്ടമാകുമ്പോൾ ആ ഇഷ്ടപ്പെട്ടതിനോട് നമുക്കൊരു ദേഷ്യം, 34 കാര്യമായിട്ട് ഇഷ്ടപ്പെടാൻ കണ്ടത് അതിനെല്ലാണ്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ എന്ന ഒരു ധാരണ ഉള്ളിൽ വരികയും പരസ്പരം അങ്ങനെ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ പോര് എന്നറിയില്ല, നമ്മൾ പോരും കുരുട്ടും കുനായ്മയും കുസുണ്ടും 3-4 പദണ്ടതിന്, അതൊക്കെ നമ്മളെ കൽബിന്ന് വരുന്നതാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയാതെ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ലോകരക്ഷിതാവായ റബ്ബ് ഈ കുടുംബ ബന്ധത്തിൽ നമ്മോട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ പറയുന്ന ഒന്ന് മാതാപിതാക്കളുടെ കാര്യമാണ്. അത് ഖുർആന്റെ നിർബന്ധമാണ്. അത് ആരും ഒഴിവല്ല. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിവരങ്ങൾ വന്നതാണ്.
വയസ്സായ ഒരു മാതാവിനെ, ഒരു അമ്മയെ, ഉമ്മയല്ലെങ്കിൽ ഒരു അമ്മയെ, ഒരു പെറ്റ ഉമ്മയെ എന്ന് നമുക്ക് പറയാം, ആ അമ്മയെ ഒരു ടീച്ചറായ മരുമകളെ അടിച്ച് തൊഴിച്ച് പുറത്താക്കുന്ന രംഗം വീഡിയോയിലും എല്ലാ പത്രങ്ങളിലും വന്നു. ഏത് ജാതിയാണെങ്കിലും അതൊരു പെറ്റ അമ്മയല്ലേ, ഉമ്മയല്ലേ, നോക്കി നിങ്ങളെ, ഒരു പെറ്റ തള്ളയല്ലത്. അതിനെ ഒരു ടീച്ചറായ ഒരു മരുമകളാണ് അടിച്ച് പുറത്താക്കുന്നത്. അടിക്കുക മാത്രമല്ല, ചവിട്ടുകയാണ്. ഇത് കണ്ടിട്ടാണ് പുറമക്കാരത് വീഡിയോ എടുത്ത് പോലീസിൽ ഏൽപ്പിച്ചും ആ ടീച്ചറെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ടീച്ചർ എന്ന പദത്തിൻ്റെ മാനം നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ എന്ന് നാം ഓരോരുത്തരും വളരെ വെറുപ്പോടുകൂടിയാണ് ഓർക്കുന്നത്. ഒരിക്കലും നമ്മളത് ഒരു ടീച്ചർ എന്നുള്ള പദവിയെ മാനം കെടുത്തിയ ഒരു സ്ത്രീയായിരുന്നു അവർ എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇത് നടന്നത് എന്താണ്? ഏതൊരു ജാതിക്കും ഒരു അമ്മയുണ്ട്, ഒരു ഉമ്മയുണ്ട്. ആ മാതാവ് എങ്ങനത്തെ മുശ്രിക്കാണെങ്കിലും ശരി, ഖുർആൻ എടുത്തു പറഞ്ഞ വാക്കാണ്, മാതാപിതാക്കൾ അവിശ്വാസികളാണ് എന്ന് വെച്ചാലും ശരി, അവരുടെ ഇടയിൽ നീ അവരോടൊപ്പം സഹവസിക്കണം, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് നീ ഗുണവും ഉപകാരവും അവരുടെ ചെലവിനും അവരെ സംരക്ഷിക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് വേറൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ്? നിന്റെ റബ്ബ് നിനക്ക് വിധിച്ചിട്ടുണ്ട്. എന്താ വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ നീ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇത് ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാചകമാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ള ആ വലിയ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറയുന്ന ആ വലിയ ദൗത്യത്തിൻ്റെ രണ്ടാമത്തെ ദൗത്യം പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന. അതിനോട് ചേർത്ത് വാവെച്ച പറഞ്ഞത് മാതാപിതാക്കൾക്ക് നീ നന്മ മാത്രമേ ചെയ്യാവൂ എന്ന്. നിന്റെ നോട്ടം നല്ലതാകണം, നിന്റെ സംസാരം നല്ലതാകണം. നമ്മളെ കുട്ടികൾക്കും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഉമ്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് പറ്റതാണ് ചെയ്യാൻ പോലും ഉണ്ടാതെ പോവും. അതിൻ്റെ പങ്ക് എൻ്റെ ഒരു മക്കളും ആ സ്വഭാവം ഉണ്ടാകരുത്. നിങ്ങളെ ഉമ്മങ്ങൾക്ക് സമയം വൈകി വന്നതും നിങ്ങളെ ടെൻഷനും ഒക്കെ അറിയുന്ന ഉമ്മമാരെ, നിങ്ങളോട് എന്തെങ്കിലും ഉമ്മാൻ്റെ പ്രശ്നം അനുസരിച്ച് ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മിണ്ടാതെ പോകലല്ല, അത് നമുക്ക് ഉമ്മ പിന്നീട് പറയാം എന്നെങ്കിലും ഒരു മറുപടി പറയും. ഇതൊക്കെ ഉമ്മമാർക്ക് വിഷമം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനത്തെ ഒരു വിഷമം പോലും ഒരു മാതാവിന് ഒരു മക്കളുണ്ടാക്കാൻ പാടില്ല. മാത്രമല്ല, അവർ രണ്ടാളും വാർദ്ധക്യം എത്തിക്കഴിഞ്ഞ് നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഫലാത്ത കുല്ലഹുമാ ഉഫിൻ, ചേ എന്നൊരു വാക്കിന് ഇത്ര മലയാളം പറയാൻ പാടില്ല എന്നാണ്. ഉഫിൻ എന്നുള്ളൊരു വാക്ക് പോലെ മലയാളത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ നീ പറയരുത് എന്നാണ്. വലാ തെൻഹർഹുമ, അവരെ നീ ഓരച്ച് കളിക്കണ്ട കേട്ടോ. സമയമായില്ലേ? ആയോ? വലാ തെൻഹർഹുമ, അവരെ നീ ആട്ടിയോടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ നീ ഉന്തിവിടേണ്ട ഒരാവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ഒരു വീട്ടിലാണെങ്കിൽ അവിടെ അവർ നിൽക്കട്ടെ, അവിടെ നിൻ്റെ സഹകരണം, അവിടെ നിൻ്റെ സന്ദർശനം, അവിടെ നിൻ്റെ എല്ലാ പരിചരണവും ഉണ്ടായാൽ മതി. അവരെ ഇങ്ങോട്ട് തന്നെ കൊടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വയസ്സായ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാ കുട്ടികളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില വീടുകളിലേക്കാണ് ഇഷ്ടം. അത് ഞങ്ങളെ ഇഷ്ടമാണ്, അത് നിങ്ങളെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് തോന്നുകയാണ് ഒരു മാസം ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ അവിടെ ഞങ്ങൾ സഹിച്ച് നിൽക്കണം. പിറ്റേത്തെ മാസം തോന്നുന്നത് എനിക്ക് രണ്ടാമത്തവൻ്റെ അടുത്താണ്, മൂന്നാമത്തവൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ നാലാമത്തൻ്റെ അടുത്ത് നിൽക്കാൻ ആഗ്രഹമെങ്കിൽ ഞങ്ങളത് നിൽക്കും, നിങ്ങളത് വഴങ്ങിത്തരണം, ഞങ്ങളെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകാൻ നോക്കണ്ട എന്നാണ്. അപ്പോൾ ഒരു മാതാപിതാക്കളുടെ തൃപ്തി അങ്ങനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞാലും ആ ഉമ്മക്ക് ഇഷ്ടമുള്ള, വാപ്പാക്ക് ഇഷ്ടമുള്ള വീടായിരിക്കും അവരാദ്യമായി കയറി വന്ന വീട്. ആ വീട് വിട്ട് അവർ വലിയ കൊട്ടാരത്തിലേക്ക് പോകാറില്ല. ഇനി പോയാൽ തന്നെ അവർക്ക് മനസ്സമാധാനവും സന്തോഷവും കുറവുമാണ്. അതുകൊണ്ട് ഈ ഭർത്താവിന് സ്വന്തം മകന് സ്വർഗം കിട്ടാൻ ആ മകൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തണം, എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ സംരക്ഷണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ ആൾ വന്നിട്ടുണ്ട്. അവസാനമായൊരു വാക്ക്, മാതാപിതാക്കളെ ശിക്ഷിക്കുക എന്നതാണത്രേ ഏറ്റവും വലിയ കുറ്റമെന്ന്. അപ്പോൾ ചോദിച്ചു, മാതാപിതാക്കളെ ആരെങ്കിലും അടിക്കോ കുത്തോ ചെയ്യോ എന്ന്. ഇന്നത്തെ യുഗം അതിനും തയ്യാറാണ്. മാതാപിതാക്കളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോട് കയർത്ത് സംസാരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തിക്കലും. ദീനല്ലാത്ത കാര്യങ്ങൾ പറയുക, ദീനിയായ കാര്യങ്ങൾ മാതാപിതാക്കൾ ശിർക്ക് കൽപ്പിച്ചാൽ പോലും അത് അനുസരിക്കണ്ട എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ അവിടെ പോയി അവരെ തച്ച് ഇസ്ലാമാക്കി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും ഇന്നത്തെ യുഗത്തിന്, ഈ യുവ സമൂഹത്തിന് ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ
അപേക്ഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പറയാനുണ്ട്, പക്ഷേ അതിനൊന്നും സമയമല്ല. 20 മിനിറ്റാണ്, സമയം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും നമ്മുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ നമ്മുടെ മകൻ കൊണ്ടുവന്ന പെൺകുട്ടിയെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയ വിശാലത നമുക്കില്ല എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചിൻ്റെ മുകളിൽ കൈകെട്ടേണ്ട ആവശ്യം തന്നെയില്ല. ഈ ഹൃദയം വിശാലമായി അത് എൻ്റെ മകളെപ്പോലെ തന്നെയാണ്. വേറെ ഒരു ഉമ്മ പ്രസവിച്ചതാണെങ്കിൽ ഞാൻ പ്രസവിച്ച അതേ വേദനയിൽ പ്രസവിച്ചതാണ് ആ എൻ്റെ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി. അതിന് ഞാൻ എൻ്റെ വീട്ടിൽ ജീവിത സൗകര്യങ്ങളും അതിൻ്റെ മനസ്സും അതിൻ്റെ വിഷമവും അതിൻ്റെ പ്രയാസവും അതിൻ്റെ വേദനയും അതിൻ്റെ ക്ഷീണവും ഞാൻ കാണണം എന്ന മനസ്സില്ലാതെ നമ്മൾ ഈ അപ്പോഴും കുഴിന്നും കുനായ്മയുമായി ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അതിനോട് പെരുമാറുന്നുവെങ്കിൽ ആരും അഞ്ചോത്ത് അല്ലാഹു അക്ബർ തന്നെ കെട്ടണ്ട. ഈ ഹൃദയം ശുദ്ധിയാകാതെ ഹൃദയത്തിന് മേൽ കൈ കെട്ടേണ്ട ആവശ്യം അല്ലാഹ്ക്ക് ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബം സന്തോഷപരമായി പോകാൻ നമ്മൾ അല്ലാഹുവിനങ്ങനെ മുന്നിൽ കണ്ടാൽ മതി. ഒരു പെൺകുട്ടി ആലോചിക്കണം, പടച്ചവനെ ഈ മാതാവിൻ്റെ പേരിൽ ഞാൻ നാളെ മാഷയിൽ നരകത്തിൽ കിടക്കേണ്ടി വരുമല്ലോ, എൻ്റെ മക്കനക്കോ എൻ്റെ മുഖമക്കനക്കോ എൻ്റെ പർദ്ദക്കോ യാതൊരു പ്രതിഫലവും നാളെ കിട്ടുകയില്ലല്ലോ എന്നൊരിക്കൽ ചിന്തിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ആ ഈമാൻ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല ഉമ്മമാരും നമ്മളെല്ലാവരും നല്ല കുട്ടികളുമാകും. അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ, അതല്ലാതെ അങ്ങാടിയിൽ ഇങ്ങനെ സമയം കഴിച്ചുകൊണ്ട് പെൺകുട്ടികളെ വെറുപ്പിക്കുന്ന ഒരൊറ്റ ആൺകുട്ടി നമുക്കുണ്ടാകാൻ പാടില്ല. പറയണം, നമ്മൾ കൃത്യസമയത്ത് മാനവിസ്കാരം യേശസ്കാരം അത് കഴിഞ്ഞാൽ നീ പെരയിൽ വരണമെന്ന് പറയണം. അതുവരെയല്ലേ ഡ്യൂട്ടി മതി അവനെ, അതുവരെയല്ലേ ഡ്യൂട്ടി മതി. പല ഡ്യൂട്ടികളും ഉണ്ടാവും. എന്നിരുന്നാലും വെറുതെ അങ്ങനെ തെണ്ടി നടന്ന് പഞ്ചായത്ത് വെക്കണം ആ ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ ഡ്യൂട്ടി നമ്മുടെ കുട്ടികളിൽ നിന്ന് ആൺകുട്ടികളിൽ നിന്ന് ചെറുപ്പം മുതൽമാർ ശ്രദ്ധിച്ചാൽ അത് കഴിയും. അപ്പം അവർ വലുതായാലും തൻ്റെ വീട്ടിലണിയും. ഏറ്റവും കൂടുതൽ വീട്ടിൽ നേരത്തെ വരുന്നവർ ഏറ്റവും കൂടുതൽ കുടുംബത്തോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്. അതെന്തുകൊണ്ടാണ്? തൻ്റെ വീട്ടിൽ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും കിട്ടുന്നതാണെങ്കിൽ ഓൻ അങ്ങാടി കൂടിയൊന്നും ഒരു അരികു കൂടിയും ഒരു മൊബൈലും വിളിച്ച് അങ്ങനെ നടക്കൂല, അവൻ നേരെ പെരയ്ക്ക് വരും. അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കണമെന്നും ദീനിയായൊരു ചിട്ട നമ്മുടെ വീട്ടിലുണ്ടാകണം. അത് നേരത്തെ എഴുന്നേൽക്കേണ്ടത് നമ്മളാണ്. സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പിൽ നമ്മളായി എണീക്കേണ്ടത്. നമ്മൾ എണീറ്റിട്ടാണ് മക്കളൊക്കെ ക്ഷീണിച്ച് ഉറങ്ങിയവരാ, അവരെ വിളിക്കേണ്ടവരും പള്ളിക്ക് അയക്കേണ്ടവരും അവർക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഈ വീപ്പ് പോകുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നേരെ ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹു അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ വന്നവർക്കെല്ലാം ഉമ്മമാരും വാപ്പമാരും മാതാപിതാക്കളുണ്ട്, മരിച്ചു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോയവർക്കെല്ലാവർക്കും അവിടെ കബറിടം വിശാലമാകുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യുമാറാകട്ടെ. അവരെ നമ്മെയും അള്ളാഹു അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുഖമില്ലാത്ത കുട്ടികളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതായത് മാനസികമായിട്ടുള്ള അതുപോലെ തന്നെ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള കുട്ടികൾ, അങ്ങനെ ഒരുപാട് മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികളും ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളുമുള്ള ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സജീവമായി നമ്മുടെ കൂടെയുള്ളവരാണ്. അവിടെ മക്കൾ മുഖേന അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.